ജാനിയുടെ കവിളിൽ വലിച്ചടിച്ചിരുന്നു അലോഷി. അടികൊണ്ട കവിൾത്തടം ഒരു കൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് കത്തുന്ന മിഴികളോടെ നോക്കി ജാനി അവനെ. നീ ഇത്രയ്ക്കും തരം താണം കളി കളിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതില്ല ജാനി. ബിസിനസ് ആകുമ്പോൾ എതിരാളികൾ ഉണ്ടാകാം, പക്ഷെ തൻ്റെ മാനം പോലും അതിനുവേണ്ടി കളയാൻ അറപ്പ് തോന്നും എനിക്ക് നിന്നോട്. ഒരു കാലത്ത് നീ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു. നിനക്ക് എങ്ങനെ തോന്നി എന്നെ ചതിക്കാൻ? അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ചെറുതായി ഇടറിയിരുന്നു. നിന്നെ എനിക്ക് വേണം അലോഷി. നീ എൻ്റേത് മാത്രമാണ്. ഒരു കാലത്ത് നിന്റെ നിഴല് പോലെ നടക്കുമ്പോൾ നിന്റെ കരുതലും സ്നേഹവും എനിക്ക് കവചമായിരുന്നു, സംരക്ഷണത്തിൻ്റെ കവചം. പക്ഷേ എപ്പോഴോ അതൊക്കെ നമുക്ക് നഷ്ടമായി പോയി. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവല്ലോ. മാഡ്ലി ലവ് യു. വല്ലാത്തൊരു ഭാവത്തോടെ ചിരിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു അവൾ. അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ട് അലോഷി നെറ്റിച്ചൊളിച്ചു. നിനക്ക് വട്ടാണോ? അലോഷി ചോദിച്ചു. അതെ, നീയാകുന്ന പ്രണയം എന്നിൽ ഭ്രാന്തമായി തീർന്നിരിക്കുന്നു. ഒരിക്കലും നീ അറിഞ്ഞുകൊണ്ട് എൻ്റേതാകില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വേണം നിന്നെ. പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ആവേശത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു ജാനി. അവളുടെ കരുതലം അവൻ്റെ കവിളിൽ ചേർത്ത് വെച്ചു. അവൻ്റെ കണ്ണുകളിലെ ആഴങ്ങളിലേക്ക് നോക്കി അവളുടെ പെട്ടെന്നുള്ള നീക്കം ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ. അവളെ ശക്തിയുടെ പിന്നിലേക്ക് തള്ളി മാറ്റി അലോഷി. ചുമരിൽ ഇടിച്ചു നിന്നു അവൾ കിതച്ചു. ഇനി നിന്റെ കാരണം അടിച്ചു പോകേക്കണോ ഞാൻ? ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ. നീ എത്ര അടിച്ചാലും എനിക്ക് വേദനയ്ക്കില്ല. ഞാൻ അതുപോലും എൻ്റെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങും. ഒരു ദിവസം അത് മതി എനിക്ക് നിന്നെ. എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്തെന്ന് നിന്നെ അറിയിക്കാൻ. നിൻ്റെ ഈ ജന്മത്തിൽ നിന്നും ഒറ്റ ദിവസം മതിയല്ലോ. അവളുടെ കെഞ്ചിക്കൊണ്ടുള്ള സംസാരം കേട്ടു നിൽക്കും തോറും അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ ആകെ ദേഷ്യം കൊണ്ട് ചുവന്നു അലോഷി. ഈ ലോകത്തിലെ സകല പെണ്ണുങ്ങൾക്കും അപമാനമായി കഴിയാൻ കർത്താവേ, ഈ ജന്മത്തെ എന്തിന് നീ ഭൂമിയിലേക്ക് അയച്ചു? അലോഷി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ കുടിച്ച സാധനത്തിൻ്റെ മണം മടിപ്പിക്കുന്ന ഗന്ധം ആ മുറിയിൽ തങ്ങി നിന്നിരുന്നു. ഇനി മേലാൽ ഇമാതിരി ചെറ്റത്തരം മേനോട് കാണിക്കാൻ വന്നാൽ നീ ഒരു പെണ്ണാണെന്ന പരിഗണന പോലും ഞാൻ തരില്ല. കൊന്നു കുഴിച്ചു മൂടും ഞാൻ, ഓർത്തു. മുണ്ടും മടക്കി കുത്തി നെഞ്ചും വിരിച്ചു പോകുന്ന അവനെ കൊതിയോടെ നോക്കിയിരുന്നു ജാനി. ഇല്ലല്ലോ, നീ എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ നിന്നെ ആഗ്രഹിച്ചതാണെങ്കിൽ നീ എൻ്റെ അടുത്ത് വരിക തന്നെ ചെയ്യും. നീ അവളെ പൊക്കി നിൽക്കുന്ന കണ്ട് ചങ്ക് പൊടിഞ്ഞു പോയതാണ് ഈ ജാനിയുടെ. അവൾ വാതിൽ വലിച്ചടിച്ച് ബെഡിൽ വീണു. അലോഷി തല്ലിക്കൊണ്ടുവന്നവൻ അവരുടെ സംസാരത്തിനിടയ്ക്ക് ഓടിപ്പോയിരുന്നു. റൂമിലെത്തിയ അലോഷി ജാനി പറഞ്ഞു തന്നെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇവൾക്ക് ഇത്ര ചീപ്പാകാൻ എങ്ങനെ കഴിഞ്ഞു? ഒരു ദിവസം വേണമത്രേ തന്നോടുള്ള അവളുടെ പ്രണയത്തിൻ്റെ വില. കഷ്ടം, പ്രണയമല്ല കാമുവാണത്. തൻ്റെ ശരീരത്തോട് തോന്നുന്ന മോഹം ഓർക്കും തോറും അവന് ദേഷ്യം വന്നു. കൈ ചുരുട്ടി ചുമരിൽ ഇടിച്ചു അലോഷി. ഓർക്കത്തിൽ കിടന്ന ചന്ദന സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. അവളാകെ വിയർപ്പിൽ കൊടിച്ചു. എഴുന്നേറ്റിരുന്ന അണച്ചു അവൾ. കൃഷ്ണ, അദ്ദേഹത്തിന് അപകടമൊന്നും ഉണ്ടാകലേ? ചുരിദാർ ടോപ്പിനുള്ളിൽ ഒളിപ്പിച്ച് താലിമാല പുറത്തേക്ക് എടുത്ത് താലിയെന്ന് മോത്തിക്കൊണ്ട് കണ്ണുകൾ ചേർത്ത് പിടിച്ച ചന്ദന പതിയെ എഴുന്നേറ്റ് ടേബിളിലിരുന്ന വെള്ളം എടുത്ത് ആപ്പാടെ വായിലേക്ക് കമഴ്ത്തി അവൾ. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സമയം 2 മണി. വിറച്ചുകൊണ്ട് തന്നെ അലോഷിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു അവൾ. ആദ്യം എടുത്തില്ല, പിന്നെയും വിളിച്ചു അവൾ. ഈ നേരത്താരാ? ഇവന്മാർക്കൊന്നും ഉറക്കമില്ലേ? കമിഴ്ന്ന് കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ബെഡിൽ കിടന്ന ഫോൺ തപ്പിയെടുത്ത് ചെവിയിൽ വെച്ചു അവൻ. ഹലോ. ചന്ദനയുടെ പതിഞ്ഞ സ്വരം കാതിൽ പതിഞ്ഞതും ചാടി എഴുന്നേറ്റു അവൻ. എന്നാ പറ്റി? എന്നാടി? ആദ്യം നിറഞ്ഞ അവൻ്റെ സ്വരം കേട്ട് ഒന്ന് പകച്ചു ചന്ദന. അതെ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവളുടെ വിറയാർന്ന സ്വരം കേട്ട് വായിൽ വന്ന് തെറി വിഴുങ്ങി അവൻ. എടി, സമയം എത്രയെന്ന് അറിയോ നിനക്ക്? ഈ സമയത്ത് ഇവിടെ എന്നാ കുഴപ്പമുണ്ടാകാനാണ്? നിനക്ക് ഉറക്കമില്ലേ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് സ്വരം കടുപ്പിച്ച് ചോദിച്ചു അവൻ. ഞാൻ ഒരു സ്വപ്നം കണ്ടു. വ്യക്തമായി കണ്ടില്ലെങ്കിലും എന്തോ അപകടം പറ്റിയതുപോലെ. അതാ ഞാൻ സോറി. ഉറങ്ങിക്കോ. ശബ്ദം കേട്ടപ്പോൾ സമാധാനമായി. മറുപടിക്ക് കാത്തു നിൽക്കാതെ ചന്ദന ഫോൺ വെച്ചു. അവൾ പറഞ്ഞു കേട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അലോഷി. പാവം പെണ്ണ്, വല്ലത് പേടിച്ചു പോയെന്ന് സ്വരം കേട്ടാൽ അറിയാം. ചന്ദന, നീ എന്നിൽ വീണ്ടും വീണ്ടും പുതുവസന്തമായി നിറയ്ക്കുകയാണല്ലോ. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളെ ഓർത്തുകൊണ്ട് കിടന്നു അവൻ. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് ചന്ദന കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറി ചായ വെച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ വീട്ടിലെ ആൾക്കാരുടെ ഏകദേശം ടേസ്റ്റ് കിട്ടിയിരുന്നു അവൾക്ക്. മധുരമില്ലാത്ത ചായ വേറെ പകർത്തി വെച്ചു. രാത്രി കിടക്കുമ്പോൾ പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. എല്ലാവരും പോകും പള്ളിയിൽ, വല്യമ്മച്ചി മാത്രം പോകുന്നില്ല. തലേ ദിവസം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടി ചർച്ച ചെയ്തത്. സൂസി അടുക്കളയിൽ വന്നപ്പോൾ ചന്ദന പുഞ്ചിരിയോടെ ചായ എടുത്ത് കൊടുത്തു. അവർ അത് വാങ്ങി കുടിച്ചു. അപ്പച്ചൻ അപ്പുറത്തുണ്ടാകും, കൊടുത്തിട്ട് വാ.
ചന്ദന എല്ലാവർക്കും ചായ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. വല്ലഭച്ചനും രണ്ടപ്പച്ചന്മാരും പുറത്തിരുന്ന പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നു. പുഞ്ചിരിയോടെ അവർക്ക് ചായ കൊടുത്തു ചന്ദന. അപ്പോഴേക്കും മുകളിൽ നിന്നും എല്ലാവരും വരാൻ തുടങ്ങി, ജിനു ഒഴികെ. എടാ, അവൻ എന്തിയാ ജിനു? ലൂസി അജിയെ നോക്കി ചോദിച്ചു. അവൻ പള്ളിയിലേക്ക് വരുന്നില്ല, മേലുവേദനയാണെന്ന്, പനി വരാനുള്ള ലക്ഷണമാണെന്ന് പറഞ്ഞത്. അജി പറഞ്ഞുകൊണ്ട് നീ ചായ എടുത്ത് കുടിച്ചു. എല്ലാവരും ഡ്രസ്സ് മാറി 2 കാറുകളിലായി പള്ളിയിലേക്ക് പുറപ്പെട്ടു. ചന്ദന, ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരുമോ? ജിനു മുകളിൽ നിന്നും വിളിച്ച് ചോദിച്ചു. ഇപ്പോൾ കൊണ്ടുവരാം, ചന്ദന പറഞ്ഞിട്ട് ചായ എടുക്കാൻ പോയി. മുകളിലെ റൂമിൽ ചീറ്റോടെ ഇരുന്ന ജിനു അവൾ വരുന്നതും കാത്തുകൊണ്ട്. അവളുടെ കാൽ പെരുമാറ്റം കേട്ട് ജിനു പെട്ടെന്ന് മൂടി പൊതിച്ച് കിടന്നു. ചന്ദന അകത്തേക്ക് കയറി. ദാ ചായ. നല്ല പനിയുണ്ടോ? ഞാൻ മരുന്ന് എടുത്തു വരാം. ജിനു പതിയെ എഴുന്നേറ്റ് ചാരിയിരുന്നു. പനിയുണ്ടോയെന്നറിയില്ല, നല്ല മേലുവേദന, ഒന്ന് നോക്കിക്കേ. അവൻ പറഞ്ഞപ്പോൾ ചന്ദന അവളുടെ കരം അവൻ്റെ നെറ്റിയിൽ ചേർത്ത് പിടിച്ചു നോക്കി. അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. ഏയ്, പനിയൊന്നുമില്ലല്ലോ, ചന്ദന കൈ വലിച്ചുകൊണ്ട് പറഞ്ഞു. ചന്ദന, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ നിന്നെ ഇഷ്ടമായി. എല്ലാവരും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാ ഞാൻ. നീ ഇന്ന് സഹകരിച്ചാൽ നമുക്കിവിടം സ്വർഗം പണിയാം. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. ചന്ദന ദഹിപ്പിക്കുന്ന തരത്തിൽ ഒന്ന് നോക്കി അവനെ. കൈ വിടടാ. അവളുടെ ഭാവം കണ്ട് പകച്ചു പോയി അവൻ. പേടിച്ച് കൈ വിടു അവൻ. കൈ വലിച്ച് അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു ചന്ദന. ഇത് ഞാൻ തന്നത് ഇനി നീ എന്നോട് ഇതുപോലെ സംസാരിക്കാതിരിക്കാൻ. ഇനിയും ഇത് ആവർത്തിച്ചാൽ നീ ശരിക്കും അറിയും ഞാൻ ആരെന്ന്. നിങ്ങളെ പേടിച്ച് നിൽക്കുന്ന ചന്ദനയല്ല, എനിക്ക് വേറൊരു മുഖം കൂടിയുണ്ട്, അതുകൂടി കാണേണ്ടി വരും. പൊന്നുമോൻ കേട്ടല്ലോ. അവളുടെ കണ്ണുകളിലും തീ പാർന്നതുപോലെ തോന്നി അവന്. ചന്ദന ദേഷ്യം കൊണ്ട് ചുവന്നു. ഏതോ സിനിമയിൽ കണ്ട് മറന്ന കുറഞ്ഞ തുള്ളി നിൽക്കുന്ന ഭദ്രകളുടെ രൂപമാണ് മനസ്സിൽ വന്നത് ജിനുവിൻ്റെ. ഇനി നിന്റെ ഈ നാവ് കൊണ്ട് ഒരു സ്ത്രീയുടെ മാനത്തിനും വിലയിടരുത്, കേട്ടല്ലോ. അവളുടെ ചോദ്യം കേട്ട് ഭയന്ന് നോക്കിയവൻ. ഇടത് കൈകൊണ്ട് അടികൊണ്ട കവിൾത്തടം പൊത്തിപ്പിടിച്ചിരുന്നു അവൻ. ഈ വീട്ടിൽ എന്നെ കൊണ്ടുവന്ന നിന്റെ ആലോഷിച്ചതിനൊഴികെ ബാക്കിയുള്ളവരെല്ലാം എൻ്റെ കൂടപ്പിറപ്പുകളായി കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് പ്രേമം കോപ്പെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ വന്നാലുണ്ടല്ലോ, ഇതുപോലെ പൊത്തിപ്പിടിച്ചിരിക്കേണ്ടി വരും. ഞാനും കോളേജിൽ പോയി പഠിച്ച് നിന്റെ പ്രായം കഴിഞ്ഞ് വന്നു തന്നെയാണ്. ഇനിയും ഇതുപോലെയുള്ള വേലയും കൊണ്ട് വന്നാൽ. അവളെ ആടുന്ന ചൂണ്ടുവിരൽ നോക്കിയിരുന്നു പോയി ജിനു. ചവിട്ടി തുള്ളിക്കൊണ്ട് ചന്ദന ഇറങ്ങിപ്പോയപ്പോൾ മഴ പെയ്ത് തോർന്നതുപോലെ തോന്നി അവന്. താഴേക്ക് വന്ന ചന്ദന വല്യമ്മച്ചിയുടെ റൂമിലേക്ക് പോയി. വല്യമ്മച്ചി, എഴുന്നേൽക്ക്, എന്തു ഉറക്കാണ്? അവരെ അടുത്തിരുന്ന് വിളിച്ചു ചന്ദന. എന്നാ പറയാനാ കൊച്ചേ, കണ്ട മരുന്ന് മുഴുവനും കഴിച്ചിട്ട് പുലരാൻ കാലം എഴുന്നേൽക്കുന്ന ഞാനാണ് ഇപ്പോൾ വെട്ടിയിട്ട പോലെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺപോളകൾ അടഞ്ഞു പോകുന്നത് പോലെയാ, വല്യമ്മച്ചി പറഞ്ഞു. ചന്ദന സ്നേഹത്തോടെ അവരുടെ കയ്യിൽ തലോടി. കുറേ മരുന്ന് കഴിക്കാനുണ്ട്, ഇനി 15 ദിവസം കഴിഞ്ഞ് പോയാൽ കുറച്ച് തരും, അപ്പോൾ ഇത്രയുണ്ടാകില്ല. അവർക്ക് ആശ്വാസം തോന്നി അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ. ഞാൻ ചായ എടുത്ത് വരാം. പിന്നെ പത്മാവതി ചേച്ചി വന്നിട്ടുണ്ട്. സൗദാമിനി ചേച്ചി ഞായറാഴ്ച വരാറില്ല അല്ലേ? ചന്ദന ചോദിച്ചു. ഇല്ല, അവൾക്ക് കുട്ടികളുണ്ട്. ഞായറാഴ്ച ഒഴിവ് ദിവസമല്ലേ, പിന്നെ അലക്കാനുമൊന്നും ഞായറാഴ്ച ഉണ്ടാകാറില്ല. എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ, അതാണ്. പത്മാവതി കറിയൊക്കെ ഉണ്ടാക്കും അവർ വരുമ്പോഴേക്കും, വല്യമ്മച്ചി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അമ്മച്ചിക്ക് കഴിക്കാൻ എന്താ ഉണ്ടാക്കണ്ടേ? അവരെല്ലാവരും പോയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ചന്ദന പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കും, നമുക്ക് മാത്രം മതി. അവർ പള്ളിയിൽ നിന്നും കഞ്ഞി കുടിച്ചേച്ചുമാണ് വരിക. ശരി, ഞാൻ നോക്കട്ടെ, ചന്ദന പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. പഴയിരിക്കുന്നുണ്ട്. ശരി, പുട്ടുണ്ടാക്കാം, പെട്ടെന്ന് ജോലിയും കഴിയല്ലോ. ചന്ദന പെട്ടെന്ന് പൊടി തപ്പിയെടുത്തു. അടുക്കളയിൽ ഒരുവിധം എല്ലാം എവിടെ ഇരിക്കുന്നതെന്ന് അവൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. പത്മാവതിയും അവൾക്ക് സാധനങ്ങൾ കാണിച്ചു കൊടുത്തു. സൗദാമിനിയെപ്പോലെയല്ല, മനുഷ്യപ്പറ്റുള്ള സ്ത്രീയാണവർ. പപ്പേച്ചി, ചന്ദ്രൻ നീട്ടി വിളിച്ചപ്പോൾ ഇറച്ചി കഴുകിക്കൊണ്ടിരുന്ന അവിടെ മിഴികൾ നിറഞ്ഞു. എന്താ മോളെ? അവിടെ വാക്കുകൾ ഇടറി. അതെ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? ചന്ദന പുട്ട് പാത്രത്തിലേക്ക് കൊത്തിക്കൊണ്ട് ചോദിച്ചു. മോള് വിളിച്ചോ? എന്നെ അങ്ങനെ വിളിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നുള്ളൂ, എൻ്റെ അനിയത്തി പ്രിയ. അവൾ എന്നെ വീട്ടിട്ട് പോയി. ഇപ്പോൾ 8 വർഷമായി. ക്യാൻസർ ആയിരുന്നു. എൻ്റെ കയ്യിലിരുന്ന കാശ് മുഴുവനും ഞാൻ അവൾക്ക് വേണ്ടി ചിലവാക്കി. പക്ഷേ എൻ്റെ കുട്ടി പോയി. അമ്മ മരിച്ചതിന് ശേഷം അവൾക്ക് ഞാനും എനിക്ക് അവൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയുടെ ജീവിതം കണ്ട് ഒരു വിവാഹം ജീവിതം വേണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. ഇപ്പോൾ ഈ വിളി കേട്ടപ്പോൾ സാരിത്തലപ്പ് വലിച്ച് കണ്ണുകൾ അമർത്തി തുറച്ചു അവർ. അയ്യോ, എനിക്കിതൊന്നും അറിയില്ലല്ലോ. വിഷമമാകുമെങ്കിൽ വേണ്ട കേട്ടോ, ഞാനിനി വിളിക്കില്ല. നീട്ടി പേര് വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ചന്ദനയ്ക്ക് ആകെ വിഷമം തോന്നി. അവിടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. എൻ്റെ മോള് വിളിച്ചോ, ഈ വിളിയെങ്കിലും അവളുടെ ഓർമ്മയിൽ നിൽക്കട്ടെ. വേദനയിലും ചിരിച്ചു അവർ.
അവിടെ പുതിയൊരു ആത്മബന്ധം ഉടലെടുക്കുകയായിരുന്നു ചന്ദനയ്ക്ക്. ചന്ദനയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ജീനും മുകളിൽ തന്നെയായിരുന്നു. വല്യമ്മച്ചിയും ചന്ദനയും പത്മാവതിയും ഒരുമിച്ചാണ് ചായ കുടിച്ചതെന്ന്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള അവളുടെ മനസ്സ് കണ്ട് ഉള്ളം നിറഞ്ഞു വല്യമ്മച്ചിയുടെ. 11 മണിയോടുകൂടിയാണ് പള്ളിയിൽ പോയവരെല്ലാം തിരികെ വന്നത്. ചന്ദനൊപ്പം സഹായിക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ജോലി കഴിഞ്ഞു പത്മാവതിയുടെ. അടിക്കാനും തുടയ്ക്കാനും ഒതുക്കി വെക്കാനും എല്ലാം ചന്ദന ഒപ്പം കൂടി. ആലോഷി കുറേ സമയം അവളെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതെ ശരിക്കും ദേഷ്യം വന്നു അവന്. ഈ പെണ്ണിന് എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. ഫോൺ വീണ്ടും ഡയൽ ചെയ്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ആലോഷി. മീറ്റിങ്ങിന് പോകാൻ സമയമായതുകൊണ്ട് ഫോൺ ഓഫാക്കി വെച്ചു അവൻ. 10:30 തന്നെ മീറ്റിംഗ് തുടങ്ങി. ആ ഡീലും അവന് തന്നെ കിട്ടി. ജാനി മുഖം കടുപ്പിച്ചു പോകുന്നത് നോക്കി അർജുൻ ചിരിച്ചു. സാറേ, മിക്കവാറും ഇപ്പം തന്നെ മേഡം വണ്ടി വിടും. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവള് അങ്ങനെ വണ്ടി വിട്ടു പോകില്ല അർജുൻ. അവൾക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അത് നടപ്പിലാക്കും വരെ അവളും നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആലോഷി തലേ രാത്രിയിലെ സംഭവങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് പറഞ്ഞത്. അതൊന്നും അർജുന് മനസ്സിലായില്ല. ഇന്ന് 3 മണിക്കല്ലേ അടുത്ത മീറ്റിംഗ്? ആലോഷി ചോദിച്ചു. അതെ സാർ. ആ ഫയൽ ഞാനിപ്പോൾ എടുത്തു വരാം. അർജുൻ ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോയി. ആലോഷി ഫോൺ ഓൺ ആക്കിക്കൊണ്ട് ലോണിലേക്കിരുന്നു.